നമുക്ക് ഇപ്പോഴും അറിയാത്ത ഒരു കാര്യമാണ് ഒരു സർക്കാർ ജീവനക്കാരന്റെ ശമ്പളത്തെ സംബന്ധിച്ച്. പലപ്പോഴും മാധ്യമങ്ങളിൽ വലിയ വലിയ ചർച്ചകൾക്കും വാദപ്രതിവാദങ്ങൾക്കും ഇടയാകുന്ന ഒരു വിഷയം കൂടിയാണിത്. ഒരു ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരൻ അല്ലെങ്കിൽ നാം കാണുന്ന ഒരു LD ക്ലർക്ക് അല്ലെങ്കിൽ താഴെ തട്ടിലുള്ള ഒരു സിവിൽ പോലീസ് ഓഫീസർ, ഇവരുടെയൊക്കെ അടിസ്ഥാന ശമ്പളം വസ്തുനിഷ്ഠമായി നമുക്ക് പരിശോധിക്കാം. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരന്റെ അടിസ്ഥാന ശമ്പളം 23,000 രൂപയാണ്. 33% ഡിയറൻസ് അലവൻസ് ആയി ലഭിക്കേണ്ടത്. എന്നാൽ നിലവിൽ 18% മാത്രമാണ് DA ആയി ലഭിക്കുന്നത്. അതിൽ 15% പെൻഡിംഗ് ആണ്. അപ്പോൾ ഒരു ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരന്റെ 23,000 ബേസിക് പേയിൽ 18% DA ആയി ലഭിക്കുന്നത് 4,140 രൂപയാണ്. അതിൽ 15% ഏകദേശം 3,450 രൂപയോളം നിലവിൽ പെൻഡിംഗ് ആണ്. ഹൗസ് റെന്റ് അലവൻസ് HRA ആയി ലഭിക്കുന്നത് നഗരപ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണെങ്കിൽ ബേസിക് പേയുടെ 10%. ഇവിടെ നോക്കുകയാണെങ്കിൽ 23,000ന്റെ 10% ഏകദേശം 2,300 രൂപയാണ് ഹൗസ് റെന്റ് അലവൻസ് ആയി ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരന് 29,440 രൂപയാണ് ശമ്പളം ഗ്രോസ് പേ ആയി നിലവിൽ കണക്കാക്കുന്നത്. കാരണം 15% DA പെൻഡിംഗ് ആണ്. ആ 15% DAയും കൂടി ചേർത്താൽ 32,890 രൂപയാണ് ഒരു ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരന്റെ ആകെ ശമ്പളം. 29,440 രൂപയിൽ നിന്നും ഒരു ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരന് ഡിഡക്ഷൻ കഴിഞ്ഞ് എത്ര രൂപയാണ് കയ്യിൽ കിട്ടുന്നതെന്ന് നോക്കാം. ഏറ്റവും കുറഞ്ഞ ഡിഡക്ഷൻ ആണ് നമ്മളിവിടെ പറയുന്നത്. PF-ലേക്ക് 2,000 രൂപ, SLA-യിലേക്ക് 1,000 രൂപ, GIS-ലേക്ക് 800 രൂപ, മെഡിസെപ്പിലേക്ക് 500 രൂപ, NBS-ലേക്ക് 2,714. ഈ 2,714 ബേസിക് പ്ലസ് DA-യുടെ 10% ആണ്. അങ്ങനെ മൊത്തം ഡിഡക്ഷൻ എല്ലാം കഴിഞ്ഞ് ഒരു ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരന് 22,426 രൂപയാണ് ശമ്പളമായി കയ്യിൽ ലഭിക്കുന്നത്. ഇനി നമുക്ക് ഒരു LD ക്ലർക്കിന്റെ ശമ്പളം പരിശോധിക്കാം. ഒരു LD ക്ലർക്കിന്റെ ബേസിക് പേ 26,500 രൂപയാണ്. 18% DA, 26,500ന്റെ 18% ഏകദേശം 4,770 രൂപയാണ്. അവിടെയും 15% പെൻഡിംഗ് ആണ്. അത് ഏകദേശം 3,975 രൂപയോളം പെൻഡിങ്ങിൽ വരും. ഹൗസ് റെന്റ് അലവൻസ് ആയി നഗരപ്രദേശങ്ങളിൽ 10%, 2,650 രൂപ. അങ്ങനെ ടോട്ടൽ ഒരു LD ക്ലർക്കിന് 33,920 രൂപയാണ് ശമ്പളമായി ലഭിക്കേണ്ടത്. 33,920 രൂപയിൽ നിന്നും ഒരു LD ക്ലർക്കിന് ഡിഡക്ഷൻ കഴിഞ്ഞ് എത്ര രൂപയാണ് കയ്യിൽ കിട്ടുന്നതെന്ന് നോക്കാം. PF-ലേക്ക് 2,000 രൂപ, SLA-യിലേക്ക് 1,000 രൂപ, GIS-ലേക്ക് 800 രൂപ, NBS-ലേക്ക് 3,127. ബേസിക്കിന്റെയും DA-യുടെയും 10%, അതാണ് 3,127. മെഡിസെപ്പിലേക്ക് 500 രൂപ. അപ്പൊ ഇത്രയും ഡിഡക്ഷൻ കഴിഞ്ഞ് ഒരു LD ക്ലർക്കിന് 26,493 രൂപയാണ് ശമ്പളമായി കയ്യിൽ ലഭിക്കുന്നത്. ഒരു സിവിൽ പോലീസ് ഓഫീസറിന്റെ ബേസിക് പേ 31,100 ആണ്. 18% DA 5,595. അതിലും 15% പെൻഡിംഗ് ആണ്. അത് ഏകദേശം 4,665 രൂപയോളം വരും. ഹൗസ് റെന്റ് അലവൻസ് ആയി 3,110 രൂപ, സ്പെഷ്യൽ അലവൻസ് 800 രൂപ, റിസ്ക് അലവൻസ് 110 രൂപ, TA 280 രൂപ. അങ്ങനെ ടോട്ടൽ ഒരു സിവിൽ പോലീസ് ഓഫീസറിന് 40,998 രൂപയാണ് ശമ്പളമായി ലഭിക്കേണ്ടത്. 40,998 രൂപയിൽ നിന്നും ഡിഡക്ഷൻ കഴിഞ്ഞ് ഒരു സിവിൽ പോലീസ് ഓഫീസറിന് എത്ര രൂപയാണ് കയ്യിൽ കിട്ടുന്നതെന്ന് നോക്കാം. PF-ലേക്ക് 2,000 രൂപ, SLA-യിലേക്ക് 1,000 രൂപ, GIS-ലേക്ക് 800 രൂപ, NBS 3,669 രൂപ, മെഡിസെപ്പിലേക്ക് 500 രൂപ. ഇത്രയും ഡിഡക്ഷൻ കഴിഞ്ഞ് ഒരു സിവിൽ പോലീസ് ഓഫീസറിന് 33,029 രൂപയാണ് ശമ്പളമായി കയ്യിൽ ലഭിക്കുന്നത്. ഇനി ഓരോ വർഷവും ശമ്പള വർധനവ് എത്രയാണെന്ന് നോക്കാം. ഒരു LGS ജീവനക്കാരന് 700 രൂപയും LD ക്ലർക്കിന് 700 രൂപയും ഒരു സിവിൽ പോലീസ് ഓഫീസറിന് 800 രൂപയുമാണ് ഓരോ വർഷവും ഇൻക്രിമെന്റ് ആയി ലഭിക്കുക.